ഈ മധുരത്തിനോട് അമിതമായ ഒരു ഇഷ്ടം തോന്നുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ വരുന്നത് ഈ ഡയബറ്റിക്കിൻ്റെ ലക്ഷണങ്ങളാണോ, അല്ലെങ്കിൽ ഡയബറ്റിക് ലക്ഷണങ്ങൾ എങ്ങനെയാണ് തുടക്കക്കാർക്കത് മനസ്സിലാക്കാൻ സാധിക്കുക? ഡയബറ്റിക് ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ പൊതുവേ നമ്മുടെ നാട്ടിലെ ഭക്ഷണ രീതികൾ വളരെ വ്യത്യാസമാണ്. നമ്മുടെ നാട്ടിൽ പൊതുവേ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുകയും ആൾക്കാർ പ്രോട്ടീൻ കുറഞ്ഞ് കഴിക്കുകയാണ് പൊതുവേ നമ്മുടെ കേരളത്തിൻ്റെ ഭക്ഷണ രീതി. ശരിക്കും തിരിച്ചാണ് വേണ്ടത്, പ്രോട്ടീൻ കൂടുതൽ കഴിക്കുകയും കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക വേണ്ടത്. പക്ഷെ നമ്മുടെ ഭക്ഷണ രീതി അങ്ങനെയല്ല. അതുകൊണ്ട് പൊതുവേ ഒരു 10-25 വയസ്സ് മുതൽ ഡയബറ്റിക് സ്ക്രീനിങ് നല്ലതാണ്. വെച്ചാൽ ഒരു ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യുക. അതിനുപരി HbA1c എന്നൊരു ടെസ്റ്റ് ഉണ്ട്, 3 മാസം ആവറേജ് കാണിക്കുന്ന ടെസ്റ്റ്. ആ ടെസ്റ്റ് ഡയബറ്റീസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക. പ്രത്യേകിച്ചും ഫാമിലി ഹിസ്റ്ററി, വീട്ടിൽ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ വളരെ നേരത്തെ ഇങ്ങനത്തെ പരിശോധനകൾ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ അങ്ങനെ എന്തെങ്കിലും ലക്ഷണത്തിൻ്റെ തുടക്കം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ ക്രമീകരിച്ച് നല്ല വ്യായാമവും നല്ല എക്സസൈസും ഈ ഡയറ്റ് പാറ്റേൺ എല്ലാം മാറ്റിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ, അത് റിവേഴ്സ് ചെയ്യാനും പറ്റും ആക്ച്വലി. സാർ, ഈ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്. ഈ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആഹാരം അരിയാണ്. ചോറ്, കപ്പ, ബീഫ്, മീൻകറി ഇങ്ങനെയുള്ള ആഹാരങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഈ ഡയബറ്റിക് പേഷ്യൻസ് ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ അതിനൊരു നിയന്ത്രണം വേണ്ടേ? എന്തൊക്കെ മുൻകരുതലുകളാണ് അവരുടെ ജീവിത ശൈലിയിലുള്ള മാറ്റം വരുത്തേണ്ടത്? ഡയബറ്റിക്സ് മാത്രമല്ല, മലയാളികൾ മൊത്തം ഭക്ഷണം രീതിക്ക് മാറ്റണം എന്നാണ് ഞാൻ പറയുക. കാര്യം പൊതുവേ നമ്മൾ കഴിക്കുക ഒരു വലിയൊരു കൂമ്പാരും ചോറും ഇച്ചിരി വെജിറ്റബിൾസും പ്രോട്ടീനും ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്രയും കാർബോഹൈഡ്രേറ്റും ഇച്ചിരി പ്രോട്ടീനല്ല വേണ്ട. ആക്ച്വലി നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ പ്രോട്ടീൻ കൂടുതലും അരി ഇല്ലെങ്കിൽ ഗോതമ്പ് എന്താണെങ്കിലും. ചിലപ്പോൾ ആൾക്കാർ പേഷ്യൻസ് ചോദിക്കാറുണ്ട് അരി കഴിക്കുന്നില്ല ഗോതമ്പ് കഴിക്കുന്നുണ്ടെന്ന്. ഗോതമ്പായാലും അരിയാണെങ്കിലും മൈദയാണെങ്കിലും റവയാണെങ്കിലും ഒക്കെ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അതിനെ വളരെ ചുരുക്കിയിട്ട് പ്രോട്ടീൻ ആൻഡ് ഫ്രൂട്ട്സ് ആൻഡ് സലാഡ്സ് നമ്മുടെ ഡയറ്റിൽ കൂട്ടണം. നമ്മുടെ ഈറ്റിംഗ് പാറ്റേൺ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഡയബറ്റിക്സ് അല്ലാത്ത ആൾക്കാരും അത് ക്രമീകരിച്ച് കഴിച്ചാൽ ഡയബറ്റിക്സ് വരുന്ന ടെൻഡൻസി തന്നെ കുറയും. നമ്മുടെ ബോഡിയിലൊക്കെ ഡയബറ്റിക്സ് വരുന്ന ഇൻബിൽട്ടായിട്ട് ഇപ്പോൾ ജെനറ്റിക്സ് ആണല്ലോ എല്ലാം. അപ്പോൾ ജെനറ്റിക് ടെൻഡൻസി ഉണ്ട്. ആ ടെൻഡൻസി നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നേരത്തെ ഡയബറ്റീസിനെ വിളിച്ചു വരുത്താം. നമുക്ക് വേണമെങ്കിൽ ഡയബറ്റീസ് കുറേ പരിധി വരെ പോസ്റ്റ്പോൺ ചെയ്യാൻ, വേണമെങ്കിൽ ഡയബറ്റീസ് വരാണ്ടും നമുക്ക് വേണമെങ്കിൽ ജീവിതം കഴിച്ചു കൂട്ടാൻ പറ്റും. നമ്മൾ തീരുമാനിക്കണം ഡയബറ്റീസ് എനിക്ക് 25 വയസ്സിൽ വരണോ, 30 വയസ്സിൽ വരണോ, 40 വയസ്സിൽ വരണമെന്ന്. അതുകൊണ്ട് കുറേയൊക്കെ നമ്മുടെ കയ്യിലാണ് ഡയബറ്റീസ് വരണോ വേണ്ടേ എന്നുള്ള കൺട്രോൾ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നെ വേണമെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വഴി ഡയബറ്റീസിന് രക്ഷപ്പെടാൻ തന്നെ ഒരുപക്ഷെ പറ്റിക്കൂടാകില്ല.